ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. ഇന്ന് എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റായ ടെൻഡർ ഷൂട്ട് എന്നതിലെ ദ ഹണി മാംഗോ ട്രീ എന്ന സ്റ്റോറിയുടെ മലയാള വിശദീകരണമാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. There are people around us who love nature and take care of it. നമുക്ക് ചുറ്റും പ്രകൃതിയെ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതുമായ ഒരുപാട് ആളുകളുണ്ട്. ഇഫ് വി ടേക്ക് കെയർ ഓഫ് നേച്ചർ, വാട്ട് വിൽ ഇറ്റ് ഗീവ് അസ് ഇൻ റിട്ടേൺ? നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ എന്താണ് അത് നമുക്ക് തിരിച്ചു തരുന്നത്? റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സ്റ്റോറി വായിക്കൂ. ദ ഹണി മാംഗോ ട്രീ. You know, this tree has a special place in my heart. Rashid, my neighbor, said to me as we stood under the mango tree. മാവിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് എന്റെ അയൽവാസിയായ റഷീദ് എന്നോട് പറഞ്ഞു, ഈ മരത്തിന് എന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. റഷീദ് പോസ്ഡ് ആസ് ഹിസ് സൺ, എ യങ് ബോയ് ഓഫ് 16, വാക്ക്ഡ് അപ്പ് വിത്ത് എ പ്ലേറ്റ് ഓഫ് റൈപ്പ് മാംഗോ സ്ലൈസസ്. പെട്ടെന്ന് റഷീദ് സംസാരം നിർത്തി. അയാളുടെ 16 വയസ്സ് പ്രായമുള്ള മകൻ ഒരു പ്ലേറ്റ് നിറയെ പഴുത്ത മാങ്ങ കഷ്ണങ്ങളുമായി വരുന്നത് കണ്ടപ്പോൾ, ഡിഡ് യു ലൈക്ക് ദി മാംഗോ? റഷീദ് എൻക്വയർഡ് ആഫ്റ്റർ ഐ ഹാഡ് മെയ്ഡ് എ ക്വിക്ക് ഫീസ്റ്റ് ഓഫ് ഇറ്റ്. അതിൽ നിന്നും ഒരു കഷ്ണം ഞാൻ എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ റഷീദ് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടമാണോ? ലൈക്ക് ഇറ്റ്, ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഹണി. ഡിഡ് യു പ്ലാന്റ് ദിസ് ട്രീ? ഇതിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് റഷീദും മറ്റേ കഥാപാത്രം എന്ന് പറയുന്നത് എഴുത്തുകാരനുമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് ഇഷ്ടമായി. ഇത് തേൻ പോലെയുണ്ട്. നിങ്ങളാണോ ഈ മരം നട്ടത്? ഡിഡ് യു പ്ലാന്റ് ദിസ് ട്രീ? നോട്ട് എക്സാക്ട്ലി. ദിസ് മാംഗോ ട്രീ ഹാസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അപ്പോൾ റഷീദ് എന്താണ് പറഞ്ഞത്? ശരിക്കും അങ്ങനെയല്ല, ഈ മാംഗോ ട്രീക്ക് പിന്നിൽ ഒരു കഥയുണ്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്. അതാണ് ഈ മരത്തിന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. റഷീദ് സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദി സ്റ്റോറി. അങ്ങനെ റഷീദ് ആ ഒരു മാംഗോ ട്രീയുടെ കഥ പറയാൻ തുടങ്ങി. ഇറ്റ് ഹാപ്പൻഡ് ലോങ് എഗോ. കുറെ മുന്നെയാണ് അത് സംഭവിക്കുന്നത്. ഐ വാസ് എ യങ് ബാച്ചിലർ. ഞാൻ ചെറുപ്പക്കാരനായ ഒരു കല്യാണമൊന്നും കഴിക്കാത്ത ഒരു ആളായിരുന്നു. ഐ ഹാഡ് ഗോൺ ടു വിസിറ്റ് മൈ യങ് ബ്രദർ ഹു വാസ് എ പോലീസ് ഇൻസ്പെക്ടർ. എന്റെ ഇളയ സഹോദരൻ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണ്. ഞാൻ അവനെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു. ഹി വർക്ക്ഡ് ഇൻ എ സ്മാൾ ടൗൺ അബൌട്ട് 75 മൈൽസ് away ഫ്രം ഹിയർ. ഇവിടെ നിന്നും ഏകദേശം 75 മൈൽ ദൂരെയുള്ള ഒരു ടൗണിലായിരുന്നു അവൻ വർക്ക് ചെയ്തിരുന്നത്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. അതൊരു ചൂടുള്ള ദിവസമായിരുന്നു. ഐ സെറ്റ് ഔട്ട് ഓൺ എ സ്ട്രോളിംഗ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം നടക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതായിരുന്നു. ഐ ഹാഡ് നോട്ട് ഗോൺ ഫാർ ഈവൻ ഐ സോ ആൻ ഓൾഡ് മാൻ ലൈയിങ് അണ്ടർ എ ട്രീ. അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു വയസ്സായ ആൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അധിക ദൂരമൊന്നും പോയില്ല. ഹിസ് ബിയർഡ് വാസ് ലോങ് ആൻഡ് ഹിസ് ഹെയർ ഓവർഗ്രോൺ. അദ്ദേഹത്തിന്റെ താടി വളരെയധികം നീണ്ടതും അതുപോലെ മുടിയെല്ലാം നല്ല വളർന്നുമാണ് നിന്നിരുന്നത്. ഹി ലുക്ക് അബൌട്ട് 80. ഏകദേശം അദ്ദേഹത്തിന് ഒരു 80 വയസ്സ് തോന്നിപ്പിക്കും. ആസ് ഐ അപ്രോച്ച് ഐ ഹിയർ ഹിം ഗ്രോണിംഗ് ഇൻ പെയിൻ. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം വേദന കൊണ്ട് ഞരങ്ങുന്ന ശബ്ദം ഉണ്ടാക്കുന്നതായി കേട്ടു. ഹി ലുക്ക് ബാഡ്ലി ഇൽ. അയാളെ കാണുമ്പോൾ തന്നെ തീരെ വയ്യാത്തതുപോലെ തോന്നിയിരുന്നു. ഒരു അസുഖബാധിതനായിരുന്നു അയാൾ. ഗിവ് മീ സം വാട്ടർ സൺ, he said in a hoarse whisper as he saw me. എന്നെ കണ്ടപ്പോൾ അയാൾ ഒരു പരുക്കൻ ശബ്ദത്തിൽ മന്ത്രിക്കുന്നത് പോലെ ചോദിച്ചു, ഗിവ് മീ സം വാട്ടർ സൺ. മകനെ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ഇനി നമുക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ അപ്പിയറൻസ് ഓഫ് ദി ഓൾഡ് മാൻ. ആ ഒരു ഓൾഡ് മാൻ്റെ രൂപത്തെക്കുറിച്ച് വിവരിക്കുക. ദി ഓൾഡ് മാൻ ലൈയിങ് അണ്ടർ എ ട്രീ ഹാസ് ലോങ് ബിയർഡ് ആൻഡ് ഓവർഗ്രോൺ ഹെയർ. ആ ഒരു ഓൾഡ് മാൻ, അതായത് മരത്തിന്റെ അടിയിൽ കിടക്കുന്ന ആ ഒരു മനുഷ്യന് നീണ്ട താടിയും വളരെയധികം വളർന്ന മുടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഹി ലുക്ക്ഡ് അബൌട്ട് 80. അദ്ദേഹത്തിന് ഏകദേശം ഒരു 80 വയസ്സ് തോന്നിപ്പിക്കും. ഹി വാസ് ഗ്രോണിംഗ് ഇൻ പെയിൻ. അദ്ദേഹം വേദന കൊണ്ട് ഞരങ്ങുകയായിരുന്നു. ഹി ലുക്ക്ഡ് ബാഡ്ലി ഇൽ. അദ്ദേഹത്തെ അസുഖബാധിതനായിട്ടാണ് കണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് ദ യങ് വുമൺ സിറ്റിംഗ്? വാട്ട് വാസ് ഷീ ഡൂയിങ്? എവിടെയായിരുന്നു ആ യങ് വുമൺ ഇരുന്നിരുന്നത്? എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്? The pretty young woman sitting at the sit-out of a house across the road reading a paper. റോഡിന്റെ മറുവശത്തുള്ള വീട്ടിലെ സിറ്റൗട്ടിലായിരുന്നു ആ യങ് വുമൺ ഇരുന്നിരുന്നത്. ഒരു പേപ്പർ വായിച്ചുകൊണ്ടാണ് അവർ ഇരുന്നിരുന്നത്.
ഇനി സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. വെൻ ഐ ഗേവ് ദ പിക്ചർ ഓഫ് വാട്ടർ ടു ദ ഓൾഡ് മാൻ ഹി ഡിഡ് സംതിങ് അമേസിംഗ്. ഞാൻ ആ കുടത്തിലുള്ള വെള്ളം ആ ഓൾഡ് മാന് കൊടുത്തപ്പോൾ അയാൾ അത്ഭുതകരമായി എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു. ഹി ഗോട്ട് അപ്പ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. അദ്ദേഹം അവിടെ നിന്നും വളരെ ബുദ്ധിമുട്ടി എഴുന്നേറ്റു. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ദി വാട്ടർ ഹി വാക്ക്ഡ് അപ് ടു എ വിതേർഡ് സാപ്ലിംഗ് ഓഫ് എ മാംഗോ ട്രീ. എന്നിട്ട് അദ്ദേഹം ആ വെള്ളം കുടിക്കുന്നതിന് പകരം ഒരു വാടിപ്പോയ ഒരു മാംഗോ തൈ, ഒരു മാവിന്റെ തൈ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തേക്കാണ് നടന്നുപോയത്. ഇറ്റ് ഹാഡ് സ്പ്രൗട്ടഡ് ഫ്രം ദി സീഡ് വിച്ച് ഹാഡ് ബീൻ ത്രോൺ എവേ ബൈ എ ബേ ഫാറർ. ആ തൈയെ അവിടെ മുളച്ചത് ഒരു വഴിയാത്രക്കാരൻ മാംഗോ കഴിച്ചതിന്റെ സീഡ് ആ വഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് ആ ഒരു തൈ അവിടെ മുളച്ചു വന്നത്. ദി ഓൾഡ് മാൻ പോർഡ് ഹാഫ് ദി വാട്ടർ ഓൺ ഇറ്റ്. ആ ഒരു വെള്ളത്തിന്റെ പകുതിയും അദ്ദേഹം ആ ചെടിക്ക് ഒഴിച്ചു കൊടുത്തു. ഹി വെന്റ് ബാക്ക് ടു ദി ട്രീ അണ്ടർ വിച്ച് ഹി ഹാഡ് ബീൻ റെസ്റ്റിംഗ്. എന്നിട്ട് അദ്ദേഹം ആ മരത്തിന്റെ അടിയിലേക്ക് തന്നെ തിരിച്ചുപോയി ഇരുന്നു. ഹി സാറ്റ് ഡൗൺ, ഡ്രാങ്ക് ദി വാട്ടർ ആൻഡ് പ്രേയർഡ് സൈലന്റ്ലി. എന്നിട്ട് അദ്ദേഹം അതിന്റെ ചോട്ടിൽ ഇരുന്നു കൊണ്ട് ആ വെള്ളം കുടിച്ചു. എന്നിട്ട് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് പ്രാർത്ഥിച്ചു. ഐ ആം യൂസഫ് സിദ്ദിഖ്, എ ഫക്കീർ. ദ ഓൾഡ് മാൻ സ്റ്റാർട്ടഡ് ടു സ്പീക്ക്. ഞാൻ യൂസഫ് സിദ്ദിഖ്, ഒരു ദരിദ്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഐ ഹാവ് നോ കിത്ത് ഓർ സ്കിൻ. എനിക്ക് ബന്ധുക്കളോ കുടുംബങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഐ ഹാവ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ടൈം ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത്. ഐ ആം റഷീദ്. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഐ ആം റഷീദ്, ഞാൻ റഷീദ്. ഐ ആം എ സ്കൂൾ ടീച്ചർ. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ഐ ആം അസ്മ, ദ യങ് വുമൺ സെഡ്. അപ്പോൾ ആ യങ് വുമണും അവരെ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു. ഐ ആം യസ്മ, ഞാൻ അസ്മയാണ്. ഐ ആം എ സ്കൂൾ ടീച്ചർ ടു. ഞാനും ഒരു സ്കൂൾ ടീച്ചറാണ്. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ അദ്ദേഹം ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ദി ഓൾഡ് മാൻ ലേ ഡൗൺ അഗൈൻ. വീണ്ടും ആ വൃദ്ധൻ അവിടെ തന്നെ കിടന്നു. ഹി വാസ് ഡൈയിങ്. അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ബ്രീത്തഡ് ഹിസ് ലാസ്റ്റ് ആസ് വി വാച്ച്ഡ്. ഞങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാന ശ്വാസവും എടുത്തു. ഐ വെൻ ഹോം ടു ഗെറ്റ് മൈ ബ്രദർ. ഞാൻ എൻ്റെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരാൻ വീട്ടിലേക്ക് പോയി. വി ബറിഡ് ഹിം ഇൻ ദ ലോക്കൽ ഗ്രേവ്യാർഡ്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ അവിടെയുള്ള ഒരു പൊതു ശ്മശാനത്തിൽ മറവ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് അമേസിംഗ് തിങ് ഡിഡ് ദ ഓൾഡ് മാൻ ഡു? ആ വൃദ്ധൻ എന്ത് അത്ഭുതകരമായ കാര്യമാണ് കാണിച്ചത്? Instead of drinking water, the old man walked up to a withered sapling of a mango tree. The old man poured half the water on it. വെള്ളം കുടിക്കുന്നതിന് മുൻപായി അദ്ദേഹം ഒരു വാടിപ്പോയ ഒരു മാംഗോ ട്രീയുടെ അടുത്തേക്ക് നടന്നുപോയി. എന്നിട്ട് ആ വൃദ്ധൻ പകുതി വെള്ളവും ആ ചെടിക്ക് ഒഴിച്ചു കൊടുത്തു. ഇതായിരുന്നു അദ്ദേഹം ചെയ്ത അത്ഭുതകരമായ കാര്യം. ഐ ഹാഡ് ഫൗണ്ട് എ സം ഓഫ് 6 rupees ഇൻ ഹിസ് പോക്കറ്റ്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും വെറും 6 രൂപ മാത്രമാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അസ്മ ആൻഡ് ഐ പുട്ട് ഇൻ 5 rupees ഈച്ച്. ഞാനും അസ്മയും അതിലേക്ക് 5 രൂപ വീതം ആഡ് ചെയ്തു. ഐ ബോട്ട് സീഡ്സ് ഫോർ ദ എമൗണ്ട് ആൻഡ് അസ്മ ഡിസ്ട്രിബ്യൂട്ടഡ് ദം ടു ദി ചിൽഡ്രൻ അറ്റ് ഹർ സ്കൂൾ. എന്നിട്ട് ഞാൻ ആ പൈസയ്ക്ക് കുറച്ച് സീഡ്സ് വാങ്ങി. എന്നിട്ട് ആ സീഡ്സ് അസ്മയുടെ സ്കൂളിലുള്ള കുട്ടികൾക്ക് വിതരണം ചെയ്തു. അസ്മ വാട്ടർഡ് ദ സാപ്ലിംഗ് എവറി ഡേ. ആ തൈയിന് അസ്മ എല്ലാ ദിവസവും നനയ്ക്കാൻ തുടങ്ങി. ഇറ്റ് സൂൺ സ്പ്രൗട്ടഡ് ഫ്രഷ് ലീവ്സ്. അങ്ങനെ അതിൽ പെട്ടെന്ന് തന്നെ നല്ല പുതിയ ഇലകൾ മുളച്ചു. എ ലിറ്റിൽ ലേറ്റർ അസ്മ ആൻഡ് ഐ വെർ മാരിഡ്. അങ്ങനെ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ ഞാനും അസ്മയും വിവാഹം കഴിച്ചു. വെൻ ഐ ബിൽഡ് ദിസ് ഹൗസ് ഐ കെയർഫുള്ളി uprooted the sapling and brought it home. ഈ വീട് വെച്ചതിന് ശേഷം ഞങ്ങൾ ആ ഒരു ആ തൈയിനെ അവിടെ നിന്നും ഈ ഒരു വീട്ടിലേക്ക് സുരക്ഷിതമായി നട്ടുപിടിപ്പിച്ചു. അസ്മ ആൻഡ് ഐ പ്ലാന്റഡ് ഇറ്റ് ഹിയർ. അസ്മയും ഞാനും ചേർന്ന് അതിനെ ഇവിടെ പ്ലാൻ ചെയ്തു. വി വാട്ടർഡ് ഇറ്റ് റെഗുലർലി ആൻഡ് മാനുവർഡ് ഇറ്റ് വിത്ത് ആഷ് ആൻഡ് ഡങ്. അങ്ങനെ ഞങ്ങൾ അതിന് നിത്യവും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ആ ഒരു ചെടിക്ക് വേണ്ട ചാരവും ചാണകവും എല്ലാം ഇട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. വി ആഡഡ് സം ഹ്യൂമസ് ആൻഡ് ബോൺ മീൽ ലേറ്റർ. പിന്നീട് ഞങ്ങൾ അതിന് കുറച്ച് മണ്ണും അതുപോലെ എല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുത്തു. ഇൻ നോ ടൈം ഇറ്റ് റോസ് ടു ദി സ്കൈ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കാനോപ്പി.
ഉടൻ തന്നെ ആ മരം ആകാശത്തോളം വളർന്ന് പന്തലിച്ചു. റഷീദ് സ്മൈൽഡ് പ്ലസന്റ്ലി ആൻഡ് പുട്ട് ഹിസ് ആംസ് അറൗണ്ട് ദി ട്രീ. ഇത് പറഞ്ഞതിന് ശേഷം റഷീദ് ആ മരത്തിന്റെ ചുറ്റും സന്തോഷത്തോടു കൂടി വിരലുകൾ ഓടിച്ചു. ആസ് ഐ ടേൺ ടു ഗോ ഹോം, റഷീദ് സൺ കാൾഡ് മീ ഫ്രം ബിഹൈൻഡ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിന്നപ്പോഴേക്കും റഷീദിന്റെ മകൻ എന്നെ വിളിച്ചു. ഹി ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ് സം മാംഗോസ് wrapped in a newspaper. ആ കുട്ടിയുടെ കയ്യിൽ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ കുറച്ച് മാങ്ങകൾ ഉണ്ടായിരുന്നു. അവൻ അത് എനിക്ക് തന്നു. മദർ ആസ്ക് മീ ടു ഗിവ് യു ദിസ്. അമ്മ ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞു. ഐ സ്മൈൽഡ്. താങ്ക് യു സൺ. അപ്പോൾ ഞാൻ അവനോട് ചിരിച്ചു, എന്നിട്ട് നന്ദി പറഞ്ഞു. വി ലിവ് നെക്സ്റ്റ് ഡോർ ടു ഈച്ച് അതർ. നമ്മൾ പരസ്പരം അടുത്താണ് കഴിയുന്നത്. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ യുവർ നെയിം. പക്ഷെ ഇപ്പോഴും എനിക്ക് നിന്റെ പേരറിയില്ല. യൂസഫ് സിദ്ദിഖ്. യൂസഫ് സിദ്ദിഖ്? യെസ് അങ്കിൾ, യൂസഫ് സിദ്ദിഖ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, യൂസഫ് സിദ്ദിഖ്. അത് കേട്ട ആൾക്ക് അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. അദ്ദേഹം വീണ്ടും ചോദിക്കണം, യൂസഫ് സിദ്ദിഖ്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, യെസ് അങ്കിൾ, യൂസഫ് സിദ്ദിഖ്. അതെ അങ്കിൾ, യൂസഫ് സിദ്ദിഖ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ യൂസഫ് സിദ്ദിഖ് ആരായിരുന്നു? ആ വൃദ്ധനായിട്ടുള്ള ആളായിരുന്നു യൂസഫ് സിദ്ദിഖ്. അപ്പോൾ റഷീദിന്റെ മകൻ ഇട്ടിരുന്ന പേരും എന്താണ്? യൂസഫ് സിദ്ദിഖ് എന്ന് തന്നെയാണ്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, തിയേറ്റർ ഗെയിം. Enact the story The Honey Mango Tree with the help of your teacher. You can make use of some properties along with background music. അതായത് ഈ ഹണി മാംഗോ ട്രീ എന്ന സ്റ്റോറിയെ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി ക്ലാസ്സിൽ ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ട പ്രോപ്പർട്ടീസും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ആക്ടിവിറ്റി 2, റീഡ് ദ സ്റ്റോറി ദ ഹണി മാംഗോ ട്രീ ആൻഡ് ഫൈൻഡ് sentences related to the picture given here. Write the sentences under each picture. അതായത് ഹണി മാംഗോ ട്രീ എന്ന ഈ സ്റ്റോറി നന്നായി വായിച്ചതിന് ശേഷം താഴെ തന്നിരിക്കുന്ന പിക്ചറിന് യോജിച്ചു വരുന്ന സെന്റൻസ് ഏതാണെന്ന് കണ്ടെത്തുക. റൈറ്റ് ദ സെന്റൻസസ് അണ്ടർ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിന്റെ അടിയിലും ആ സെന്റൻസ് എഴുതാം. അതിൽ ഫസ്റ്റ് പിക്ചറിൽ നോക്കൂ. റഷീദ് സൺ ഗേവ് ദ നൈബർ സം മാംഗോസ് wrapped in a newspaper. റഷീദിന്റെ മകൻ ആ അയൽവാസിക്ക് പേപ്പറിൽ പൊതിഞ്ഞ കുറച്ച് മാങ്ങകൾ നൽകി. റഷീദ് കെയർഫുള്ളി അപ്രൂവ്ഡ് ദ സാപ്ലിംഗ് ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം. അടുത്ത പിക്ചറിൽ റഷീദ് ആ തയ്യ് ശ്രദ്ധയോടുകൂടി പറിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത പിക്ചറിൽ നോക്കൂ. ദ ഓൾഡ് മാൻ ലയിങ് അണ്ടർ എ ട്രീ. വൃദ്ധനായ ആ മനുഷ്യൻ മരത്തിന്റെ അടിയിൽ കിടന്നുറങ്ങുന്നു. അടുത്ത പിക്ചറിൽ അസ്മ വാട്ടർ ദ സാപ്ലിംഗ് എവറി ഡേ. എല്ലാ ദിവസവും അസ്മ ചെടിക്ക് നനച്ചു കൊടുത്തു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ദ ഹണി മാംഗോ ട്രീ എന്ന സ്റ്റോറിയുടെ വിശദീകരണവും അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയുമാണ് ചെയ്തത്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോസുമായി കാണാം. താങ്ക്